ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ 8ാമത്തെ ആഴ്ചയിൽ ബിഗ് ബോസ് വീട്ടിലെ പുതിയ ക്യാപ്റ്റനെ കണ്ടെത്താനുള്ള ചലഞ്ച് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. 3 മത്സരങ്ങളാണ് നടക്കേണ്ടിയിരുന്നതെങ്കിലും ആദ്യത്തെ 2 മത്സരങ്ങൾ കൊണ്ട് തന്നെ ടണൽ ടീം മറ്റൊരു ടീമിനും ഇനി അവരേക്കാൾ കൂടുതൽ പോയിന്റും നേടാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നതോടുകൂടി 3ാമത്തെ ടാസ്ക് ഉപേക്ഷിക്കുകയായിരുന്നു. പകരം 3ാമത്തെ ദിവസം ബിഗ് ബോസ് തന്നെ തയ്യാറാക്കിയ ഒരു പ്രത്യേക ടാസ്കിലൂടെ ബിഗ് ബോസ് വീട്ടിലെ ടണൽ ടീമിലെ 4 മത്സരാർത്ഥികളിൽ നിന്നും ഒരാളെ അടുത്ത ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഈ ടാസ്ക് വിജയിച്ച് ക്യാപ്റ്റനായി ബിഗ് ബോസ് വീട്ടിൽ ഋഷി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എങ്കിലും വളരെയേറെ ഉത്തരവാദിത്തങ്ങൾ ഉള്ളതും മുന്നോട്ടുള്ള ഗെയിമിൽ തൻ്റെ ഗെയിമിന് പല രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളതുമായ ഒരു തിരഞ്ഞെടുപ്പാണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കുക എന്നത്. പലരുടെയും ബിഗ് ബോസ് വീട്ടിൽ മുന്നോട്ടുള്ള ദിവസങ്ങൾ എണ്ണപ്പെടുക ആരെയൊക്കെ പവർ ടീമിൽ ഉൾപ്പെടുത്തും എന്നതുമായി ബന്ധപ്പെട്ട് കൂടിയായിരിക്കും. താരതമ്യേന വീക്കായ മത്സരാർത്ഥികളെ ബിഗ് ബോസ് വീട്ടിലെ പവർ ടീമിൽ ഉൾപ്പെടുത്തി രക്ഷിക്കാൻ ഋഷിക്ക് കഴിയും. അതേസമയം നല്ല ഗെയിമേഴ്സിനെ മാത്രം ബിഗ് ബോസ് വീട്ടിലെ പവർ ടീമിൽ ഉൾപ്പെടുത്താം എന്ന് തീരുമാനിച്ചാൽ വീക്കായുള്ള പ്ലെയേഴ്സ് പുറത്ത് നിൽക്കുകയും അവർ വോട്ടിംഗ് നേരിട്ട് ഒരു പക്ഷേ പുറത്തു പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇങ്ങനെ ചെയ്താൽ തന്നെ ഋഷി സഹായിക്കും എന്ന് വിശ്വസിച്ചിരുന്ന മത്സരാർത്ഥികൾ പിന്നീട് ഋഷിക്കെതിരെ തിരിയാനും ബാക്കിയുള്ള 40ഓളം ദിവസങ്ങൾ ഋഷിക്കെതിരായി കളിക്കാനും ഒരു പക്ഷേ ഋഷിയുടെ നിലനിൽപ്പിന് ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് മാറാനും ഇടയുണ്ട്. മറ്റൊരു കാര്യം, പവർഫുൾ അല്ലാത്ത മത്സരാർത്ഥികളെ പവർ ടീമിൽ എത്തിച്ചാൽ ഇത് ഋഷിയുടെ പക്ഷാഭേദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഋഷിക്കെതിരെ മത്സരാർത്ഥികൾ തിരിയാനും ഒരു പക്ഷേ പ്രേക്ഷകർ തിരിയാനും കാരണമാകും. അതും ഋഷിയെ സംബന്ധിച്ചും വളരെ വിലപ്പെട്ടതാണ്. ഇതൊക്കെ ആണെങ്കിൽ തന്നെയും പവർ ടീമിനെ തിരഞ്ഞെടുക്കാം എന്നല്ലാതെ പവർ ടീമിൻ്റെ ഭാഗമാകാനോ പവർ ടീമിൻ്റെ പവർ റൂമിൽ കയറാനോ പോലും ക്യാപ്റ്റന് കഴിയില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ പുറത്തുള്ള മറ്റു 3 ടീമിലെ അംഗങ്ങളുമായി ചേർന്ന് അവരോട് മത്സരിച്ച് വേണം ഏത് സ്ഥിതിയായാലും ഋഷിക്ക് മുന്നേറാൻ എന്നത് അതിലേറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം അതിജീവിക്കുന്ന തരത്തിൽ എങ്ങനെയായിരിക്കും ടീമുകളെ ഋഷി തിരിക്കുക എന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. വരുന്ന ആഴ്ചകളിലെ ഗെയിമുകളെ വളരെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു തീരുമാനമായിരിക്കും അത്. ഇതിനിടയ്ക്ക് ഓരോരുത്തരും ഋഷിയുടെ സ്ഥാനത്താണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഋഷിയുമായി പലരും സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അവസാനം ഋഷി സ്വയം എടുക്കുന്ന തീരുമാനം എന്താകും എന്നറിയാൻ, അതും എന്നായിരിക്കും പുതിയ ടീമിനെ തിരഞ്ഞെടുക്കുക എന്നറിയാൻ എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നു. അതേസമയം ഋഷി ഉദ്ദേശിക്കുന്നവരെല്ലാം അടുത്ത ആഴ്ചത്തെ എവിക്ഷൻ കഴിഞ്ഞ് ബിഗ് ബോസ് വീട്ടിലെ സേവായി ഉണ്ടാകുമോ എന്നതും ചോദ്യമാണ്. അതോടൊപ്പം ഋഷിയോടൊപ്പം ആദ്യം മുതൽ നിന്നുള്ള അൻസിബ ഈ ആഴ്ച സേവ് ചെയ്യപ്പെടുമോ? ഋഷിയുടെ ഭരണകാലത്ത് ഋഷി ക്യാപ്റ്റനായിരിക്കുന്ന ഒരു സമയത്ത് ബിഗ് ബോസ് വീട്ടിൽ അൻസിബ ഉണ്ടാകുമോ എന്നൊരു ചോദ്യവും ഇതോടൊപ്പം മുന്നോട്ട് വരുന്നു. ഏതായാലും ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമുകൾ ഇരിക്കുന്ന കാര്യത്തിലും അടുത്ത ആഴ്ച മാനേജ് ചെയ്യുന്ന കാര്യത്തിലും ഋഷിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യും.